നമസ്തേ ഫ്രണ്ട്സ്. രാവിലെ തന്നെ നല്ല മഴയായതുകൊണ്ട് ഹോട്ടൽ ഹവാ പ്ലാസയിൽ ഇരിക്കുകയാണ് ഞങ്ങൾ. മഴ മാറുന്നത് വരെ ഞങ്ങൾ ഓരോരുത്തരുടെയും യാത്രാ അനുഭവങ്ങൾ പങ്കുവച്ചു. വിക്ടോറിയ പീക്ക് ട്രാം ജേണി എൻജോയ് ചെയ്യാനായി വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ. അങ്ങനെ മഴ അല്പം കുറഞ്ഞു. പിന്നീട് ട്രാം വന്നു. ഞങ്ങൾ എല്ലാവരും ഉള്ളിലേക്ക് പ്രവേശിച്ചു. 1888 ആരംഭിച്ച ഏഷ്യയിലെ ഏറ്റവും പഴയ ഫ്യൂണിക്കുലാർ റെയിൽവേകളിൽ ഒന്നാണിത്. വെറും 8 മിനിറ്റ് യാത്രയെ നമുക്കുള്ളൂ. എന്നാൽ പോലും ലൈഫ് ടൈം മെമ്മറി ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത്. ഹോങ്കോങ് സിറ്റി മനോഹരമായി എക്സ്പ്ലോർ ചെയ്യാൻ ഈ യാത്ര സഹായിച്ചു. അതിനുശേഷം അടുത്തുള്ള ഷോപ്പിംഗ് മാളിലേക്ക് വന്നു. ഓരോ ആളുകളും പലയിടത്തേക്കായി ഷോപ്പിംഗ് ചെയ്യാനും കാഴ്ചകൾ കാണാനും നടന്നു. ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലായിരുന്നു ഇവിടെ ഓരോന്നും ഒരുക്കി വെച്ചിരുന്നത്. കാഴ്ചകൾ കണ്ട് ഞങ്ങൾ പിന്നീട് ഓഷ്യൻ പാർക്കിലോട്ട് പോയി. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കായിരുന്നു ഇത്. ചെറുതായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. എല്ലാം ഒന്ന് ചുറ്റിക്കണ്ട് എല്ലാവരും കൂടി ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. പിന്നീട് ഹോങ്കോങ്ങിലോട്ട് പോയി. അവിടെ നിന്ന് കുറച്ച് സൈറ്റ് സീൻ കാണാൻ നടന്നു. ഇതാണ് ബ്രൂസ്ലിയുടെ പ്രശസ്തമായ പ്രതിമ. 2.5 മീറ്റർ ഉയരമുള്ള വെങ്കല പ്രതിമയാണിത്. ലോകമെമ്പാടുമുള്ള ആരാധകരെ ഹോങ്കോങ്ങിലോട്ട് ആകർഷിക്കുന്ന ഒരു സാംസ്കാരിക ചിഹ്നം കൂടിയാണിത്. വളരെ സപ്പോർട്ടീവാണ്. നല്ല എക്സ്പീരിയൻസ്. ഓണറാണ്, ഗൈഡാണ്, ഞങ്ങളാണ്, അമ്മയാണ്, എല്ലാമാണ്. അടിപൊളി. ഒന്നും നോക്കണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് പേരൻസിൻ്റെ കൂടെ ലോകത്തിലെ എവിടെയും 10 ഡേയ്സ് ട്രിപ്പിൽ അടിപൊളിയായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഐ സ്ട്രോങ്ലി റെക്കമെൻഡ് ചെയ്യണം. All smile please. Yes. Oh, say yes everybody. പറയുന്നു. അങ്ങനെ നമ്മുടെ ചൈനയുടെ നീണ്ട 10 ദിവസത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ടൂർ പാക്കേജിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.